നമ്മളിന്ന് ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന കൊക്കക്കോള എന്ന് പറഞ്ഞ ഡ്രിങ്ക്സ് ആദ്യകാലത്ത് ഒരു മെഡിസിൻ ആയിട്ടാണ് കണ്ടുപിടിച്ചത്, അതും പ്രത്യേകിച്ച് തലവേദനയ്ക്ക്. അതുപോലെ തന്നെ ഈ കൊക്കക്കോള കണ്ടുപിടിച്ച ആള് ഒരു മോർഫിന് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. അതിനും കൂടി ഒരു പരിഹാരമായിട്ടാണ് ഈ കൊക്കക്കോള. നമ്മൾ ക്രിസ്മസ് ഒക്കെ വരാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് സാന്റാക്ലോസിനാണ്. പക്ഷേ ഈ സാന്റാക്ലോസിനും കൊക്കക്കോളയ്ക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. പിന്നെ ഈ കൊക്കക്കോളയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്നും ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. കൊക്കക്കോള എന്ന കമ്പനിയുടെ കീഴിൽ കൊക്കക്കോള എന്ന് പറഞ്ഞ ഡ്രിങ്ക്സ് മാത്രമല്ല ഇന്നുള്ളത്, 35,000-ലധികം പ്രോഡക്റ്റുകളാണ് ഇന്ന് ആ കമ്പനിയുടെ കീഴിലുള്ളത്. അതും ഫാൻഡ, സ്പ്രൈറ്റ്, തംസ് അപ്പ് ഇങ്ങനെ പറയുന്ന കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഇവരുടെ കീഴിൽ തന്നെ ഉണ്ട്. ഇത്രയും വലിയ കമ്പനിയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആയ കൊക്കക്കോള ഉണ്ടാക്കിയത് ഒരു ഡോക്ടറാണ്, അതായത് ഡോക്ടർ ജോൺ പെമ്പർട്ടൺ. അദ്ദേഹം ഒരു ബയോ കെമിസ്റ്റ് ആണ്. കൂടാതെ 1861 മുതൽ 1865 വരെ മിലിറ്ററിയിൽ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ സിവിൽ വാർ സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റിയത്, അതായത് നെഞ്ചിലായിരുന്നു മുറിവ് പറ്റിയത്. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് പെയിൻ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി മോർഫിനൊക്കെ കുത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ആ സമയത്ത് രക്ഷപ്പെടുത്തിയത്. അവസാനം മോർഫിന് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് അദ്ദേഹം മാറി. അതായത് മോർഫിൻ ഇല്ലാണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. ഈ അഡിക്ഷനിൽ നിന്നും മാറാൻ അദ്ദേഹം തന്നെ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അവസാനം ഈ അഡിക്ഷൻ മാറ്റാനുള്ള ഒരു സാധനം കിട്ടി. അത് ആ കാലഘട്ടത്തിൽ മെഡിക്കൽ ഷോപ്പിൽ കുറെ മെഡിക്കൽ സിറപ്സ് ഒക്കെ കിട്ടും. അതായത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മെഡിക്കൽ സിറപ്സ് ഒക്കെ കുറെ കിട്ടും. ആ സമയത്ത് ഗവൺമെന്റ് റെഗുലേഷൻസും വലുതായിട്ട് ഇല്ലാത്തത് കൊണ്ട് അതിന്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ കുറിച്ച് വലുതായിട്ട് അറിഞ്ഞില്ല. പക്ഷെ അവരൊക്കെ പറയുന്നത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സിറപ്പാണ്, നിങ്ങൾ അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ഒക്കെ ആയിരിക്കും എന്നാണ് അവർ പറയുന്ന വാഗ്ദാനങ്ങൾ. അത് കാരണം തന്നെ അതിന്റെ ബിസിനസ്സും ഭയങ്കര ബൂമിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഒരു സിറപ്പ് വാങ്ങിച്ചു കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ സിറപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അതിന്റെ അഡിക്ഷൻ ആയിരുന്നു. ആ സിറപ്പ് വിൻ മറിയാനി ബ്രാൻഡിന്റെ സിറപ്പായിരുന്നു. അതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള എന്തൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ വൈനും കൊക്കൈനും ആയിരുന്നു. അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് കൊണ്ടല്ല അദ്ദേഹം അതിന് അഡിക്ഷൻ ആയത്, അതിലുണ്ടായിരുന്ന വൈനും കൊക്കൈനും ആണ് കാരണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് ഈ വീട്ടിൽ ഉണ്ടാകുന്ന സിറപ്പുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സിറപ്പ് ഉണ്ടാക്കി നോക്കിയാലോ, ഒരു പരീക്ഷണമായിട്ട് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു നോക്കി. അവസാനം 1886 ആ സിറപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് കൊക്കക്കോള എന്ന് പേരിട്ട്. ആ കൊക്കക്കോള എന്ന് പേരിടാൻ കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്ക ലീഫും കോള നട്ടും ആയിരുന്നു. ഈ കൊക്ക ലീഫ് വെച്ചാണ് ഈ കൊക്കൈനൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് നമ്മുടെ ബ്രെയിൻ ഭയങ്കര സൈക്കോ ആയിട്ട് ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ഈ കോള നട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അകത്ത് കഫൈനാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ വൈനും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ മിക്സ് ആണ് ഈ കൊക്കക്കോള. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് ഈ കൊക്കക്കോള എന്ന് പറഞ്ഞ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു സിഗ്നേച്ചർ ആണ്. അങ്ങനെ കൊക്കക്കോള എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കി അത് മെഡിക്കൽ ഷോപ്പിൽ വിൽക്കാൻ വേണ്ടി വെച്ചു. ഇതൊരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് വലുതായിട്ട് ആരും മേടിച്ചില്ല, കാരണം ഓൾറെഡി മാർക്കറ്റിൽ ഇഷ്ടം പോലെ പേര് ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആയതുകൊണ്ട് ആരും മേടിച്ചില്ല. അപ്പൊ ആദ്യത്തെ വർഷം, അതായത് ഇത് ഉണ്ടാക്കിയ ആദ്യത്തെ വർഷത്തിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 9 ഗ്ലാസ് കൊക്കക്കോളയുടെ സെയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ആ സമയത്ത് ബോട്ടിലൊന്നും അല്ലായിരുന്നു, ഈ ഗ്ലാസ്സിലായിരുന്നു ഈ കൊക്കക്കോള ഒക്കെ വിറ്റോണ്ടിരുന്നത്. അവസാനം ഈ സിറപ്പ് വലുതായിട്ട് മാർക്കറ്റിൽ സെയിൽ ആവുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് ഈ മരുന്നിന് നല്ലോണം പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് കുറെ അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നാണ്, ഡൈജഷൻ നേരെ ആവാനും തലവേദനയ്ക്കും പിന്നെ നെർവ് ഡിസോർഡറിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മോർഫിൻ അഡിക്ഷനും ഭയങ്കരമായിട്ട് കുറയും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ ചെയ്തു. എന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് മറ്റ് സിറപ്പുകളും മാർക്കറ്റിൽ വിറ്റോണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒട്ടും തളർന്നിട്ടില്ലായിരുന്നു. ഇത് സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അമേരിക്കയിലെ ഗവൺമെന്റ് ഒരു തീരുമാനം കൊണ്ടുവരുന്നത്, അതായത് ആൽക്കഹോൾ ഒക്കെ ബാൻ ചെയ്യണം എന്നായിരുന്നു. അത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു, കാരണം അദ്ദേഹം ഉണ്ടാക്കിയ ആ മരുന്ന് തന്നെ ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കണം, കാരണം അതിൽ ആൽക്കഹോൾ ആയിട്ടുള്ള വൈന് ചേർക്കാൻ പാടില്ലല്ലോ. അപ്പൊ വേറെ രീതിയിൽ ഉണ്ടാക്കണം. അപ്പൊ ഇനി അതെങ്ങനെ ഉണ്ടാക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പരീക്ഷണങ്ങൾ. അതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം വൈന് മാറ്റിയിട്ട് കാർബണേറ്റഡ് വാട്ടർ ചേർത്തു, അതായത് നമ്മുടെ സോഡ. പക്ഷെ അത് ചേർത്തപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര കയ്പായിരുന്നു. സോ അത് മാറ്റാൻ വേണ്ടി അദ്ദേഹം കുറെ ഷുഗറും ആഡ് ചെയ്തു. അങ്ങനെയാണ് ഏതാണ്ടൊക്കെ ഇന്ന് കാണുന്ന ഒരു ഡ്രിങ്ക്സിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ അതിന് വന്നു തുടങ്ങിയത്. പക്ഷെ ഈ ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നായതുകൊണ്ട് പകുതി മെഡിക്കൽ സിറപ്പും പിന്നെ കാണാതെയായി, കാരണം അവർക്ക് ഈ ആൽക്കഹോൾ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂലായിരുന്നു. ആ സമയത്ത് ഈ കൊക്കക്കോളയും 1-2 സിറപ്പുകളും മാത്രമേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ കൊക്കക്കോളയും കുറച്ചുപേരൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയാലും ദിവസം ഒരു 1-2 സെയിൽസ് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം 1888 ഡോക്ടർ പെമ്പർട്ടൺ വയ്യാണ്ട് മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ കമ്പനിയായ കൊക്കക്കോള വേറൊരു പ്രൈവറ്റ് ഇൻവെസ്റ്ററിന് അത് വിറ്റിട്ടുണ്ടായിരുന്നു. അതായത് $2,300 ഈ കമ്പനി വിറ്റിട്ടുണ്ടായിരുന്നു. അതും ആസ ഗ്രിഗ്സ് കാൻഡ്ലർ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററിനാണ് കൊടുത്തത്. അദ്ദേഹം കാരണമാണ് കൊക്കക്കോള ഇന്ന് കാണുന്ന രീതിയിൽ ലോകം മൊത്തം ഫേമസ്
ഫേമസ് ആവാൻ കാരണം. ഇന്ന് ഈ ലോകത്ത് കൊക്കക്കോള ഇല്ലാത്ത രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ജീനിയസ് എന്നാണ്. അദ്ദേഹം മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പല ഐഡിയകളുമാണ് ഇന്നും വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗിന് വേണ്ടി. അദ്ദേഹം ഈ കമ്പനി ഏറ്റെടുത്തിട്ട് ആദ്യം തന്നെ വിചാരിച്ചത് ഇതൊരു മരുന്നായിട്ടല്ല വിൽക്കേണ്ടത്, ഇതൊരു ഡ്രിങ്ക്സ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് അദ്ദേഹം അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഒരു മരുന്നായിട്ട് വിൽക്കുവാണെങ്കിൽ ആ അസുഖമുള്ളവർ മാത്രമേ വാങ്ങിക്കുള്ളൂ, അദ്ദേഹത്തിന് ബിസിനസ്സും കുറയും. അതേസമയം ഇതൊരു ഡ്രിങ്ക്സ് ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ എല്ലാവർക്കും കുടിക്കാം, എല്ലാവരുടെ കയ്യിൽ നിന്നും ബിസിനസ്സും ഉണ്ടാവും, നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാം. അതിനുവേണ്ടി അദ്ദേഹം നല്ല പൈസ എറിഞ്ഞ് തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്തു. ആ സമയത്ത് ആൽക്കഹോളൊക്കെ ബാൻ ചെയ്തുകൊണ്ട് ബാർസ് ഒന്നും ഓപ്പൺ അല്ല. ഈ ബാറിലൊക്കെ വെച്ചാണ് എല്ലാ ആണുങ്ങളും ഒരുമിച്ച് ഒത്തുകൂടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ ഇവർക്കൊന്നും ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ നല്ലോണം ഉപയോഗിക്കാം എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം സോഡ ഷോപ്സ് ഒക്കെ ഓപ്പൺ ചെയ്തു. അവിടെ എല്ലാവർക്കും വന്നിരിക്കാം, അതായത് ഫ്രണ്ട്സിനും ഫാമിലീസിനും പിള്ളേർക്കും എല്ലാവർക്കും വന്നിരിക്കാം. എന്നിട്ട് ഒരു കൊക്കക്കോള ഓർഡർ ചെയ്ത് അതിരുന്ന് കുടിക്കാം. ഒരു ചെറിയൊരു ബാർ സെറ്റപ്പ് തന്നെ, പക്ഷെ ആൽക്കഹോൾ ഇല്ലാത്ത ഡ്രിങ്ക്സ് ആണെന്നേ ഉള്ളൂ. ബാറിലാണെങ്കിൽ കൂടുതലും ആണുങ്ങളാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ കൊക്കക്കോള ഒരു ഓഫർ കൂപ്പൺ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നിങ്ങൾ ആദ്യം കുടിക്കുന്ന കൊക്കക്കോള ഫ്രീ ആണ് എന്നുള്ള കൂപ്പൺ ആയിരുന്നു അത്. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് കുടിപ്പിക്കുക, പിന്നെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് അവർ ഈ കൊക്കക്കോളയുടെ റെഗുലർ കസ്റ്റമർ ആയിട്ട് മാറും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് ഐഡിയ. ഇതുപോലെ ഒരു ഐഡിയ യൂസ് ചെയ്ത് തന്നെ ജിയോ എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ നാട്ടിൽ വന്നത്. അങ്ങനെ കൊക്കക്കോള നല്ല ഫേമസും ആയി, നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റി. ഇതില്ലാഞ്ഞിട്ട് ആ സമയത്ത് ഈ കാർബണേറ്റഡ് വാട്ടർ ഹെൽത്തിന് നല്ലതാണെന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ടായിരുന്നു. അതും ഈ ബിസിനസിനെ കുറച്ചുകൂടി ഭയങ്കര പ്രോഫിറ്റബിൾ ആക്കി. ഈ സമയത്ത് കൊക്കക്കോള കമ്പനിക്ക് ഒരു തിരിച്ചടി എന്നതുപോലെ ആയിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നത്. അതായത് ഈ കൊക്കൈൻ ഭയങ്കര ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ന്യൂസ് ഒക്കെ കുറെ അമേരിക്ക ഫുള്ള് സ്പ്രെഡായി. അതിന്റെ കൂട്ടത്തിൽ കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ ബ്ലാക്ക് പീപ്പിൾസ് ഈ കൊക്കൈൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് വൈറ്റ് പീപ്പിൾസിനെ റേപ്പ് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു റൂമേഴ്സ് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. ഇത് കാരണം കൊക്കക്കോള കമ്പനിക്ക് ഇപ്പോൾ കൊക്കക്കോളയിൽ നിന്നും കൊക്കൈൻ റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ അവർ ആ ഡ്രിങ്ക്സിൽ നിന്നും കൊക്കൈൻ റിമൂവ് ചെയ്തു. ഇങ്ങനെ കൊക്കക്കോളയിൽ നിന്ന് ആദ്യ കാലഘട്ടത്തിൽ വൈൻ റിമൂവ് ചെയ്തു, പിന്നെ കൊക്കൈൻ റിമൂവ് ചെയ്തു. ഇങ്ങനെ ഓരോ സാധനങ്ങൾ മാറ്റുമ്പോഴേ ഈ കൊക്കക്കോളയുടെ ടേസ്റ്റിന് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ഇത് കാരണം ഇതിന്റെ സെയിൽസും കുറയുന്നുണ്ട്. അതേസമയം അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ആസാഗ്രിക്സ് കുറെ പ്രൊമോഷൻസ് കൂടുതൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് പല TV ഷോയിലും പല സിനിമകളിലായിട്ട് ആക്ടേഴ്സിനൊക്കെ കൊണ്ട് ഈ കൊക്കക്കോളനെ പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയം റേഡിയോയിൽ നിന്നും TV-യിലോട്ട് നമ്മുടെ ലോകം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ TV-കാർക്കും നടത്താൻ വേണ്ടി കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വേണം. അതിന് കുറെ ഫണ്ട് കൊടുത്തത് ഈ കൊക്കക്കോള തന്നെയാണ്. എന്തിന്? ആ കാലഘട്ടത്ത് സാന്റാക്ലോസ് അത്ര ഫേമസ് പോലും അല്ലായിരുന്നു. പക്ഷെ ഈ ക്രിസ്മസ് സമയം കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയാണ് ഈ സാന്റാക്ലോസിനെ ഈ അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്തത്. ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ കൊക്കക്കോളയുടെ ബിസിനസ് ഭയങ്കരമായിട്ട് പോകുന്നതിന്റെ കൂടെ തന്നെ ഈ സാന്റാക്ലോസ് ലോകം മൊത്തം ഭയങ്കര ഫേമസും ആയി. ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ 2 സമയത്ത് അമേരിക്കയിലുള്ള പ്രോഡക്റ്റ് ഒന്നും ജർമ്മനിൽ യൂസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കൊക്കക്കോളനെ ബാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ കൊക്കക്കോള കമ്പനി അവരുടെ ഇൻഗ്രീഡിയൻസിലെല്ലാം കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കി ഫാൻഡ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയത്. അതും നമ്മുടെ ഇടയിൽ നല്ല ഫേമസ് ആണ്. ഇന്നും നമ്മുടെ കൊക്കക്കോളയുടെ റെസിപ്പി സീക്രറ്റ് ആണ്. അതായത് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളത് അറിയാം, പക്ഷെ അതൊക്കെ ഏത് സമയത്ത് ഇടണം എന്നുള്ളതൊക്കെ ഭയങ്കര സീക്രറ്റ് ആയിട്ട് ഒരു ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആദ്യ കാലഘട്ടത്തിൽ സ്വന്തം കൈകൊണ്ട് പെമ്പർട്ടൺ എഴുതിയ ആ റെസിപ്പി. എന്ത് പറഞ്ഞാലും ഈ ബിസിനസ് ഇത്രയും സക്സസ് ആയത് പെമ്പർട്ടനെ കൊണ്ട് കാണാൻ പറ്റിയില്ല. അതിനു മുന്നേ അദ്ദേഹം മരിച്ചു പോയല്ലോ. എന്തായാലും ഇതൊക്കെയാണ് കൊക്കക്കോളയുടെ ഒരു കഥ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.